ഹായ് ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ അമലൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആണല്ലോ വരാൻ പോകണം അല്ലേ. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ എന്തായാലും ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ബേസ് കോട്ടൊക്കെ കൊടുത്ത് പിന്നെ ഒരു ബ്ലൂ കളർ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ബ്ലൂ കളർ ആക്കുന്ന വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അതെൻ്റെ ഇന്ന് മിസ്സായി പോയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്, നമുക്ക് വരയ്ക്കാനൊന്നും അറിയത്തില്ലെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ക്രിസ്മസ് പപ്പായുടെ ഫോട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനത് പ്രിൻറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. ഇപ്പം ന്യൂസ് പേപ്പറിൽ കട്ടിങ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഈ പേപ്പറിലേക്ക് കുപ്പിയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം നമ്മുടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം കളറിൽ നല്ലൊരു പേപ്പർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുപ്പിയുടെ വലുപ്പത്തിനനുസരിച്ച് എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യമേ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിതിന് താഴേക്ക് മെറി ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു കോട്ട്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരയ്ക്കാനൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ വരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ നമ്മുടെ ക്രിസ്മസ് പപ്പേനെ കുപ്പിയിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴേക്കായിട്ട് മെറി ക്രിസ്മസ് എന്നും കൂടി ഒന്ന് എഴുതി നമ്മൾ പ്രിൻ്റ് എടുത്തതാണ് ഞാൻ കേട്ടോ. അതും ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ അധികമായിട്ടൊന്നും ഇതിൽ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഈ കാണുന്ന പോലെ കുറച്ച് നമ്മുടെ ഫ്ലേക്സ് ഉണ്ടല്ലോ, നമ്മുടെ സ്നോ ഫ്ലേക്സ്, അതൊക്കെ ഒന്ന് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് അതേപോലെ എക്സാക്റ്റ് കിട്ടണമെന്നൊന്നുമില്ല, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രഷൊന്നുമല്ല എടുത്തേക്കണേ, മുട്ടുസൂചി കൊണ്ട് ജസ്റ്റ് എടുത്തിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമുക്ക് ബ്രഷിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തൊക്കെ കൊടുക്കാം പെയിൻറ്റ്. നമുക്ക് ഇങ്ങനെ ഒരു എന്നാ പറയുന്നത്, ഒരു നൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പം കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്തത് നെക്കിൽ കുറച്ച് ഗ്ലൂ ഗൺ ആക്കി കൊടുത്തു. നമ്മുടെ കുപ്പിയുടെ നെക്കിൽ ഗ്ലൂ ഗൺ ആക്കി കൊടുത്തു. അതിൻ്റെ താഴെ വശത്തും കുറച്ച് ഗ്ലൂ ഗൺ ആക്കി കൊടുത്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് വൈറ്റ് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സ്നോയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത്രയും കൂടി ചെയ്തപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ഔട്ട്ലുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത്ര ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാനും പറ്റില്ലേ, നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് കരുതി നമ്മളിത് ചെയ്യാതിരിക്കരുത്, നമുക്കിങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയണം കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ക്രിസ്മസ് ക്രാഫ്റ്റുകൾ ഞാൻ നേരത്തെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇനി വരുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.